അറിഞ്ഞോ? നമ്മുടെ നേതാവാ പ്രവാസി കോൺഗ്രസിന്റെ അമേരിക്കയിലെ പ്രസിഡന്റ്. എന്താണോ തനിക്കൊരു ന്യൂയോർക്ക് മണ്ഡലത്തിൽ സീറ്റ് കിട്ടുമോ? അല്ല, എന്തിനാ നമുക്ക് ഈ പ്രവാസി രാഷ്ട്രീയ പാർട്ടികൾ? ജീവിക്കുന്നത് ഇവിടെ, പാർട്ടി ഇന്ത്യയിലെ. ഇവിടുത്തെ സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനം കിട്ടണമെങ്കിൽ അമേരിക്കയിലെ രാഷ്ട്രീയ പാർട്ടികളിലല്ലേ നമ്മൾ ചേരേണ്ടത്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി ചേർന്നാൽ ഇവര് പറയുന്ന ആരെങ്കിലും കേൾക്കുമോ? ഇനി കേട്ടാലും ഇവര് പറയുന്ന അവർക്ക് പോലും മനസ്സിലാവും. അങ്ങനെ എന്നെ മാത്രമാണ് ആക്ഷേപിക്കേണ്ട. ഞങ്ങൾ കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഈ BJPക്കും കമ്മ്യൂണിസ്റ്റിനും വരെ ഇവിടെ പാർട്ടി യൂണിറ്റ് ഉണ്ട്. എന്തിന്? നാട്ടിൽ നീടെ മുങ്ങിയ തബലിസ്റ്റ് ഇവിടുത്തെ BJP സെക്രട്ടറിയാ. ഞങ്ങളുടെയൊക്കെ പാർട്ടി പ്രവർത്തനങ്ങൾ ഇവരുടെ കൂട്ടൊന്നുമില്ല. വിപ്ലവവും വർഗസമരവും അമേരിക്കയിൽ പ്രചരിപ്പിക്കുക, അമേരിക്കയുടെ മൂരാച്ചി നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുക, പിന്നെ രക്തസാക്ഷി ഫണ്ടിലേക്ക് സംഭാവന സ്വീകരിക്കുക. ചൈനയിലും ക്യൂബയിലും വരെ വർഗസമരവും വിപ്ലവവും ഒന്നും ആരും കേൾക്കാനില്ല. പിന്നെയാ അമേരിക്കയിലെ നയങ്ങൾ ഇത്രയും ബൂർഷ്വായും മൂരാച്ചിയാണെങ്കിൽ പിന്നെ എന്നാത്തിനാ ഇവിടുത്തെ സിറ്റിസൺ ആയത്? തന്റെ പാർട്ടിയെ പോലെ ഒരു കുടുംബത്തിന്റെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ ഞങ്ങളുടെ പാർട്ടി. രാഹുൽ ഗാന്ധിക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടിയെ ഇപ്പോഴേ വേണമെങ്കിൽ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് വാഴിക്കും. കൂട്ടിക്കഴിച്ച് നോക്കിയാൽ ഏറ്റവും നല്ലത് ഞങ്ങളുടെ പാർട്ടിയാണ്. ജനമധ്യത്തിൽ നിന്ന് ഉയർന്നു വരുന്ന നേതാക്കൾ, അഴിമതിയില്ലാത്ത ഭരണം. ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തിളങ്ങുകയായിരുന്നില്ലേ ഇന്ത്യ? തിളക്കം കൂടിയേ കണ്ണ് മഞ്ഞളിച്ചു പോയതുകൊണ്ടായിരിക്കും ബാലറ്റ് പേപ്പറിൽ വോട്ട് കുത്തിയപ്പോൾ മാറിപ്പോയത്. മുഗളന്മാർ അയോധ്യയിൽ പള്ളി പണിതില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെങ്കിലും അധികാരത്തിൽ വരുമായിരുന്നോ? നീ ഏതായാലും സൂക്ഷിച്ചു, ഈ പാർട്ടി പ്രവർത്തനമായിട്ട് നടന്ന അവസാനം ഗ്രീൻ കാർഡ് കോപ്പിയായി പോകരുത്. ആ പ്രശ്നം ഞങ്ങൾക്ക് വരില്ല. അമേരിക്കയുമായിട്ട് കൂടുതൽ അടുപ്പം ഞങ്ങളുടെ പാർട്ടിക്കാണ്. കോൺഗ്രസിന് റഷ്യയോട് ചായ്വ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്നെ ചൈനയാണല്ലോ എല്ലാം. നിങ്ങളുടെ ഈ തർക്കം കാണുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൊടിമരം നാട്ടാൻ വേണ്ടി 3 പാർട്ടിക്കാരും കൂടി നടത്തിയ കടിപിടിയാ. ജീർണിച്ചു നിൽക്കുന്ന ആ കൊടിമരങ്ങളുടെ പരുവത്തിലായിട്ടുണ്ട് ഇപ്പൊ പാർട്ടികളും. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയും ഒക്കെ ഒരു കടലിൽ ലയിച്ച് ഒന്നായി മാറിയിടോ. പണ്ട് ആശയപരമായി ഇവരൊക്കെ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. പിന്നെ പ്രകടനം നടത്തുമ്പോൾ ഗാന്ധിജിയെയും ലെനിനെയും ശ്രീരാമനെയും ഒക്കെ പിടിച്ച് മുമ്പിൽ നിർത്തുമെന്ന് മാത്രം. നിങ്ങൾക്ക് പ്രവാസി രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ. നാട്ടിലെ പോലെ സമരോ ഹർത്താലോ വല്ലതും ഞങ്ങൾ നടത്താറുണ്ടോ? ജോലി കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയമൊക്കെ അമേരിക്കയിൽ നടക്കൂ. അതെ, ഞങ്ങളിവിടെ ഗുണ്ടായതൊന്നും തലവെട്ടിക്കളിയൊന്നും ചെയ്യാറില്ലല്ലോ. ഇത്രയും സമാധാനപരമായ രാഷ്ട്രീയ പ്രവർത്തനം ലോകത്ത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിന് നിങ്ങളുടെ പ്രവാസി പാർട്ടികളില് നേതാക്കന്മാർ മാത്രമല്ലേ ഉള്ളൂ. അണികൾ ആരെങ്കിലും ഉണ്ടോളൂ? പ്രകടനം നടത്താനും മർദ്ദനമേൽക്കാനും പറ്റിയ അണികളെ ഇവിടെ നിങ്ങൾക്ക് എവിടെ കിട്ടാനാടോ?